So welcome back to our channel. So നമുക്ക് നെക്സ്റ്റ് ഇനി മൊഡ്യൂൾ 4ലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് N-Queens പ്രോബ്ലം. സോ ഈ N-Queens പ്രോബ്ലം എങ്ങനെയാണ് ബാക്ക് ട്രാക്കിംഗ് യൂസ് ചെയ്തിട്ടുള്ള 4-Queens പ്രോബ്ലം അല്ലെങ്കിൽ N-Queens പ്രോബ്ലം എന്നൊക്കെ പറയും. നമ്മൾ ഇന്ന് നോക്കാൻ പോണ എന്നിൽ 4 കൊടുക്കുകയാണ്. അത് 4x4 ചെസ് ബോർഡ് യൂസ് ചെയ്തുള്ള 4-Queens പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. സോ 4-Queens പ്രോബ്ലത്തിൽ പേര് പറയുന്ന പോലെ 4 ക്യൂൻ ഉണ്ടാവും, ഒരു 4x4 ചെസ് ബോർഡ് ഉണ്ടാവും. ഈ ക്യൂവിനെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻസ് വെച്ച് ആ ഒരു വേയിൽ അറേഞ്ച് ചെയ്യുക. കണ്ടീഷൻ ഇതാണ്, ക്യൂൻസ് അറേഞ്ച് ചെയ്യുമ്പം നോ 2 ക്യൂൻസ് വിൽ ബി ഇൻ ദ സെയിം റോ ഓർ സെയിം കോളം. സെയിം റോയിൽ ഒരൊറ്റ ക്യൂ, ഒരു റോയിൽ ഒരു ക്യൂനെ വരാൻ പാടുള്ളൂ. ഓക്കെ, സെയിം റോയിൽ ഒരേപോലെ രണ്ട് ക്യൂൻസ് വരാൻ പാടില്ല. അതുപോലെ ഡയഗണലി വരാൻ പാടില്ല, കോളം വൈസും വരാൻ പാടില്ല. ഇതാണ് കണ്ടീഷൻ. സോ നമുക്ക് 4 ക്യൂനുണ്ട്, Q1, Q2, Q3, Q4. ഇതെങ്ങനെ അറേഞ്ച് ചെയ്യുന്നു, ഇതിൻ്റെ ബാക്ക് ട്രാക്കിംഗ് ഒരു ട്രീ രൂപത്തിൽ കാണിക്കുകയും വേണം. സോ ഫസ്റ്റ് ഞാൻ ക്യൂനെ എടുത്ത് 1-1 വയ്ക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ക്യൂനെ എവിടെ എടുത്ത് വെച്ചു? 1-1 വെച്ചു. അപ്പം ഞാൻ ഫസ്റ്റ് 1 എന്ന് പറയുന്ന പൊസിഷൻ അല്ലേ, 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ ഞാൻ ആരെ വെച്ചു? Q1 വെച്ചു. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് നമുക്ക് Q2 വയ്ക്കണം. ഇതിൻ്റെ 1 എന്ന് പറഞ്ഞാൽ ഈ റോയിലും കോളത്തിലും വയ്ക്കാൻ പറ്റില്ല, ഡയഗണലിലും വയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ ഇപ്പം Q2 ഇവിടെ വെച്ചെന്ന് വിചാരിക്കും. ഞാൻ Q2 ഇവിടെ വച്ചു. ഇവിടെ വയ്ക്കാൻ പറ്റുമോ? ഇവിടെ വച്ചു, ഞാൻ ജസ്റ്റ് വച്ച സമയത്ത് നമുക്ക് ഇവിടെ കാണിക്കാൻ വേണം. അപ്പം ഞാൻ ഏത് പൊസിഷനിലാണ് വെച്ചു? 2 പൊസിഷനിൽ ഇവിടെ വെച്ചു. ആരെ വെച്ചു? Q2 വെച്ചു. ഓക്കെ, അപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റത്തില്ല അല്ലേ? Q2 അവിടെ വയ്ക്കാൻ പാട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ Q2 അവിടെ നിന്ന് മാറ്റി എവിടെ വയ്ക്കും? ഞാൻ 3rd പൊസിഷനിൽ വെച്ചു. അപ്പം 3rd പൊസിഷനിൽ Q2 വെച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് Q1 നിന്ന് മാറ്റിയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് 3rd പൊസിഷനിൽ ഇത് തിരിച്ച് മാറ്റി വെച്ചാണ്, അത് ബാക്ക് ട്രാക്ക് ചെയ്ത് Q1 വരും. എന്നിട്ടാണ് നമ്മൾ Q2 വയ്ക്കുന്നത്. 3rd പൊസിഷനിൽ Q2 വെച്ചു. കണ്ടോ? Q2 വെച്ചു. അപ്പോൾ ഓക്കെ അല്ല, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് വയ്ക്കേണ്ട Q3 ഞാൻ ആദ്യം എവിടെ വയ്ക്കുന്നു? Q3യുടെ റോയിലാണ്. Q3യുടെ റോയിൽ Q1 വയ്ക്കാൻ പറ്റുമോ? ഇല്ല. Q1 ഉണ്ട്. Q2 വയ്ക്കാം അല്ലേ? ഇവിടെ ആരും ഇല്ലല്ലോ. സോ ഞാൻ ആദ്യം Q2 വെച്ചു. Q2 സെക്കൻഡ് പൊസിഷനിൽ Q3 വെച്ചു. Q3 ആണ് വെച്ചത്. Q3 വെച്ചു. അപ്പോൾ അതെവിടെ വരയ്ക്കണം? Q2 ഇവിടെ ഉണ്ട്. Q2 നിന്ന് സെക്കൻഡ് പൊസിഷനിൽ ആര് വെച്ചു? Q3 വെച്ചു. ഓക്കെ, അപ്പോൾ അവിടെ വയ്ക്കുമ്പോൾ നോക്കുക, ഡയഗണലി പറ്റൂല അല്ലേ? Q2 തൊട്ട് മുകളിലുണ്ട്. സോ അവിടെ എന്ത് പറ്റത്തില്ല? Q3 വയ്ക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ Q3 അവിടെ നിന്ന് മാറ്റി എവിടെ വയ്ക്കും? ബാക്ക് ട്രാക്ക് ചെയ്യും. തിരിച്ച് Q3 ബാക്ക് ട്രാക്ക് ചെയ്ത് Q2 വന്നു, ചേഞ്ച് ചെയ്ത് എനിക്ക് Q3 എവിടെ വയ്ക്കണം? ഇവിടെ വയ്ക്കാൻ പറ്റില്ല. ഇവിടെ വെച്ചാലോ? Q4 വെച്ചാലോ? Q4 വയ്ക്കാം അല്ലേ? Q4 ഞാൻ Q3 വെച്ചു. അപ്പോൾ അത് ബാക്ക് ട്രാക്ക് ചെയ്ത് Q2 വന്നു, 4th പൊസിഷനിൽ എഗെയിൻ Q3 വെച്ചു. അവിടെ വെച്ചപ്പോഴാണ്, അവിടെയും വയ്ക്കാൻ പറ്റൂല്ല, Q2 തൊട്ട് മുകളിലുണ്ട്. അപ്പോൾ അവിടെ അത് നടക്കത്തില്ല. Q3 അവിടെ നമുക്ക് വയ്ക്കാൻ പറ്റിയില്ല, കാരണം ഡയഗണലി വരുന്നുണ്ടല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെയും പറ്റിയില്ല, ഇവിടെയും പറ്റില്ല. അപ്പോൾ ആ പ്രശ്നം എന്താ? തൊട്ട് മുകളിൽ നോക്കുക. Q3യുടെ തൊട്ട് മുകളിൽ ആരാളെ? Q2ൻ്റെ പ്ലേസ് ഒന്ന് ഇവിടെ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് Q3 ഇവിടെ വയ്ക്കാൻ പറ്റും ഇല്ലേ? സോ Q2 നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് ബാക്ക് ട്രാക്ക് ചെയ്ത് Q2 മാറ്റാൻ പോവാണ്. Q2 മാറ്റണേ എവിടെ പോകണം? Q2ൻ്റെ പ്ലേസിൽ Q1 നിന്ന് വേണം പോകാൻ. Q1 നിന്നാണ് Q2 വന്നത്. സോ Q1 നിന്ന് Q2 ഞാൻ മാറ്റി. Q2 ഞാൻ എവിടെ വയ്ക്കണം? ഇവിടുത്തെ Q2 ഞാൻ മാറ്റി. ഞാൻ ഇവിടെ 3rd പൊസിഷനിലാണ് Q2 ആദ്യം വെച്ചിരുന്നത്. ഞാൻ ഇവിടെ നിന്ന് മാറ്റി എങ്ങോട്ട് വയ്ക്കണം? ഇങ്ങോട്ട് വയ്ക്കാം Q2. ഓക്കെ, അപ്പോൾ അത് കാണിക്കണം, വരച്ച് കാണിക്കണം. Q1 നിന്ന് 4th പൊസിഷനിൽ 2ഉം 3 വച്ച് കഴിഞ്ഞുകൊണ്ടാണ് നമ്മൾ 4ലോട്ട് പോകണം. 2ലും 3ലും Q2 വച്ചു. അപ്പോൾ ഇതൊന്നും ശരിയാകാത്തതുകൊണ്ട് നമ്മൾ 4ൽ പോയി. 4ൽ നമ്മൾ ആരെ വെച്ചു? Q2 വെച്ചു. ഓക്കെ, ഇനി നോക്കാം. ഇനി Q3 വെച്ച് നോക്കാം. ഇനി നമുക്ക് Q3 വയ്ക്കണം. എവിടെയൊക്കെ വയ്ക്കാം? ഇവിടെ വയ്ക്കാം, ഇവിടെയും വയ്ക്കാം ഇല്ലേ? ഞാൻ എന്താ ഇവിടെ വയ്ക്കുകയാണ്, Q2 വയ്ക്കാം. അപ്പോൾ Q2 നിന്ന് സെക്കൻഡ് പൊസിഷൻ Q3. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെ വരും, ഇവിടെ Q3. ഓക്കെ അല്ലേ? ഇനി അടുത്ത് എനിക്ക് Q4 വയ്ക്കണം. Q4 വയ്ക്കാം. ഇവിടെ Q2 ഇല്ലേ, ഞാൻ വെട്ടിയതാണ്. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ ആര് വയ്ക്കണം? ഇനി Q4 വയ്ക്കണം. Q4 എനിക്ക് ഇവിടെ വയ്ക്കാൻ പറ്റുമോ? ഇവിടെ വയ്ക്കാൻ പറ്റുമോ? ഇവിടെ വയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? സോ ഇനി ഞാൻ ഇവിടെ ആരെ വയ്ക്കുകയാണ്? Q4 വയ്ക്കുക. അപ്പോൾ Q3 നിന്ന് 3rd പൊസിഷനിൽ Q4. അപ്പോൾ Q3 നിന്ന് 3rd പൊസിഷനിൽ Q4.
അവിടെ വയ്ക്കുമ്പോഴാണ് Q3 എന്തുണ്ട്, ഡയഗണൽ ഉണ്ടല്ലേ. നമുക്ക് ഡയഗണൽ വരുമെന്ന് നേരത്തെ അറിയാമെങ്കിലും വരയ്ക്കുമ്പോൾ ഈ ഒരു ട്രീ കാണിക്കണം, ബാക്ക് ട്രാക്കിനെ കാണിക്കണം. സോ വച്ച് നോക്കുക, വച്ചിട്ട് പിന്നെ എന്ത് ചെയ്യുക, മാറ്റുക. അപ്പോൾ Q3 Q4 എന്ത് ചെയ്യുക, മാറ്റുക. ഇവിടെ ഡയഗണൽ പറ്റത്തില്ലല്ലോ. സോ Q4 മാറ്റി, അവിടെ വയ്ക്കാൻ പറ്റത്തില്ല. സോ Q4 വേറെ ഇവിടെ വയ്ക്കാൻ പറ്റുമോ, ഇവിടെയും വയ്ക്കാൻ പറ്റില്ല. Q2 ഉണ്ട്, ഒട്ടും വയ്ക്കാൻ പറ്റത്തില്ല. സോ എന്ത് ചെയ്യും, നമ്മൾ Q4 വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് Q3യുടെ അടുത്ത് പോകും. Q3 ഇവിടെ നിന്ന് മാറ്റണം. Q3യുടെ പ്ലേസ് മാറ്റിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. Q3 2ൽ ഇരിക്കുന്നതുകൊണ്ടാണ് Q4 ഇവിടെ ഒന്നും വയ്ക്കാൻ പറ്റത്തത്. സോ ബാക്ക് ട്രാക്ക് ചെയ്ത് Q3യുടെ പ്ലേസ് മാറ്റണം. Q3 എവിടെ നിന്നാണ് വന്നത്, Q2 എന്ന്. സോ Q2ൽ 2 പൊസിഷൻ വെച്ചപ്പോഴാണ് Q3. നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് അടുത്ത് ഇതിൽ വയ്ക്കുകയാണ്. 3rd പൊസിഷനിൽ ആരെ വയ്ക്കുകയാണ്, Q3 വയ്ക്കുകയാണ്. 3rd പൊസിഷനിൽ ആര് വയ്ക്കുന്നു, Q3 വയ്ക്കുകയാണ്. അപ്പം ഇവിടുത്തെ Q3നെ മാറ്റി ഇവിടെ നമ്മൾ Q3 വയ്ക്കും. ഓക്കെ ഫൈൻ. ഇവിടെ Q3 വയ്ക്കുകയാണ്. ഇവിടെ Q3 വയ്ക്കാൻ പറ്റുമോ, ഇല്ല, Q2 തട്ടുന്നുണ്ട്. സോ അവിടെയും നമുക്ക് Q3 വയ്ക്കാൻ പറ്റില്ല. സോ വീണ്ടും നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് എവിടെ എത്തുന്നു, Q2ലെത്തുന്നു. അതായത് 2ലും 3ലും 4ലും Q2 വെച്ചിട്ടൊന്നും ഇത് അങ്ങോട്ട് പോകുന്നില്ല, ഒരേപോലെ വയ്ക്കാൻ പറ്റുന്നില്ല അല്ലേ. സോ ഇത് പ്രശ്നം എവിടെയാണ്, Q1ലാണ്. സോ നമ്മൾ റൂട്ടിലെത്തുന്നു. ഓക്കെ, Q1 നമ്മൾ ആദ്യം 1-1ലാണ് വെച്ചത്. ആ Q1ൻ്റെ പ്ലേസ് ഒന്ന് മാറ്റിയാലോ എന്ന് ചിന്തിക്കുകയാണ്. സോ Q1 ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. സോ എവിടെ നിന്ന് നമ്മൾ മാറ്റുമ്പോൾ വേണം നമ്മൾ 2nd പൊസിഷനിൽ ആരെ വയ്ക്കുകയാണ്, Q1നെ വയ്ക്കുകയാണ്. ആദ്യം തൊട്ട് 1 സ്റ്റാർട്ട് ചെയ്യണം. സോ അപ്പോൾ Q1നെ മാറ്റി എന്ന് 1 വയ്ക്കുകയാണ്. 1 വയ്ക്കുമ്പോൾ ഇതെല്ലാം മാറും ഇല്ലേ, ഫുൾ ബാക്ക് ട്രാക്ക് ചെയ്ത് മോളെ എത്തിയില്ലേ. അപ്പോൾ ഇവിടുത്തെ Q1 പോവും. ഓക്കെ, Q1 പോയി. നമ്മളെവിടെ വയ്ക്കുകയാണ്, Q2ൽ വയ്ക്കുകയാണ്. 2nd പൊസിഷനിൽ Q1 വയ്ക്കുകയാണ്. ഓക്കെ, ഇനി അവിടെ നമുക്ക് നെക്സ്റ്റ് Q2 വയ്ക്കണം. ഇവിടെ വയ്ക്കാവോ, ഇവിടെ വയ്ക്കാവോ, പറ്റുമോ, ഇല്ല, ഡയഗണൽ വരും ഇല്ലേ. ഇവിടെ വയ്ക്കാവോ, ഇവിടെയും വയ്ക്കാൻ പറ്റത്തില്ല അല്ലേ. പിന്നെ എവിടെ വയ്ക്കാൻ പറ്റും, ഇവിടെ വയ്ക്കാം. അപ്പം ഞാൻ ഇവിടെ എന്ത് വയ്ക്കുകയാണ്, Q2 വയ്ക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. സോ ഇവിടെ നിന്ന് 4th പൊസിഷനിൽ Q2. ഇനി Q3 വയ്ക്കണം. Q3 എനിക്ക് ഇവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ 3rd പൊസിഷനിൽ, 3rd അല്ല 1st പൊസിഷനിൽ Q3. ഫസ്റ്റ് പൊസിഷനിൽ Q3. ഇനി Q4 എവിടെ വയ്ക്കാം, ഇവിടെ വയ്ക്കാൻ പറ്റില്ല, ഇവിടെ വയ്ക്കാൻ പറ്റില്ല, ഇവിടെ വയ്ക്കൂടെ. ഇവിടെ നമുക്ക് എന്ത് വയ്ക്കാം, Q4 വയ്ക്കാം. അപ്പം 4th പൊസിഷനിൽ Q4. സോ ഇങ്ങനെ ബാക്ക് ട്രാക്ക് ചെയ്ത് ആ ഒരു പറഞ്ഞ കണ്ടീഷനിൽ ഡയഗണലിയും അതേപോലെ റോ വൈസും കോളം വൈസും വരാത്ത രീതിയിൽ ക്യൂൻസിനെ അറേഞ്ച് ചെയ്യുക. അപ്പോൾ ആ ബാക്ക് ട്രാക്കിംഗ് ട്രീ രൂപേണ നമുക്ക് വരച്ച് കാണിക്കണം. സോ ഇതാണ് 4 ക്യൂൻസ് പ്രോബ്ലം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ. ഇത് ചോദിച്ചിട്ടുണ്ട്, 4 ക്യൂൻസ് പ്രോബ്ലം. അതിൻ്റെ അൽഗോരിതവും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ.